أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. അറബി ഭാഷ പഠിക്കുവാൻ വേണ്ടി അറബി മാതൃഭാഷ അല്ലാത്ത നാടുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം ഇന്ത്യക്കാരനായ പ്രൊഫസർ ഡോക്ടർ അബ്ദുറഹീം എന്ന മഹാനായ വ്യക്തി തയ്യാറാക്കിയിട്ടുണ്ട്. ലോകവ്യാപകമായി ഈ പുസ്തകം ഉപയോഗിക്കപ്പെടുന്നു. ഭാഷാ പഠനത്തിൽ ഇതിൻ്റെ 3 വോള്യങ്ങൾ പഠിച്ചാൽ തന്നെ അത്യാവശ്യം അറബി ഭാഷയിൽ നമുക്ക് കഴിവുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാത്തിഖീന ബിഹ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അറബി ഭാഷയിൽ അത്യാവശ്യം അക്ഷരങ്ങൾ മനസ്സിലാക്കിയവർക്കും വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നവർക്കുമാണ് ഈ പുസ്തകം തുടക്കത്തിൽ പ്രയോജനപ്പെടുക. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്കറിയാവുന്നതാണല്ലോ എന്നൊരർത്ഥത്തിൽ ബോറടിച്ചേക്കാം. പക്ഷേ അത് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് പോലെ ഒന്ന് കരുതുക എന്നുള്ളതാണ്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത് പോലെ ലഘുവായ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഭാഷയുടെ ഉള്ളടക്കങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം ഇൻഷാ അല്ലാഹ്. പുസ്തകത്തിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഓരോ പേജും വായിക്കുമ്പോൾ അതിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ പാഠം നോക്കൂ. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. ഹാദ എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാവർക്കും അറിയാം. ഹാദ എന്നാൽ ഇത് എന്നാണ് അർത്ഥം. ദിസ് ഈസ് എന്നാണ്, ദിസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നോക്കൂ, ഹാദ ബൈത്തുൻ, ഇതൊരു വീടാകുന്നു. ഹാദ മസ്ജിദുൻ, ഇതൊരു പള്ളിയാകുന്നു. ഹാദ ബാബുൻ, ഇതൊരു വാതിലാകുന്നു. ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. ഹാദ ഖലമുൻ, ഇതൊരു പേനയാകുന്നു. ഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാകുന്നു. ഹാദ മക്തബുൻ, ഇതൊരു എഴുത്തുമേശയാകുന്നു. ഹാദ സരീറുൻ, ഇതൊരു കട്ടിലാകുന്നു. ഹാദ കുർസിയുൻ, ഇതൊരു കസേരയാകുന്നു. ഹാദ എന്നാൽ ഇത് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ആദ്യത്തെ തന്നെ ഭാഷാ പഠനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് എന്നുള്ളതാണ്. ദിസ് അതായത് ഇത് എന്നുള്ളതിന് അറബിയിൽ പറയുന്നത് ഹാദ എന്നാണ്. ഹാദ ഇത്. ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗ പദങ്ങളെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഹാദ ഹാദിഹി എന്നുള്ളതാണ് പ്രാഥമിക പഠനത്തിൽ എല്ലാവരും പഠിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ തുടർച്ചയുള്ള ക്ലാസ്സുകളിൽ, ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ പിന്നീട് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പുതിയ പദങ്ങൾ കൂടി പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പദങ്ങൾ ഉണ്ടാകാം. ബൈത്തുൻ, മസ്ജിദുൻ, ബാബുൻ, കിതാബുൻ, ഖലമുൻ, മിഫ്താഹുൻ. ഈ ചിത്രമൊക്കെ നോക്കി നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മക്തബുൻ, എഴുത്തുമേശ. സരീറുൻ, കട്ടിൽ. കുർസിയുൻ, കസേര. നോക്കൂ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളാണ് ഇവ എല്ലാം. പുതുതായി നിങ്ങൾ ഏതെങ്കിലും വാക്കുകൾ ഈ പേജിൽ നിന്നും പഠിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കുക. അടുത്ത പേജ് നോക്കൂ. ഈ പേജിൽ നമുക്ക് പുതിയൊരു കാര്യവും കൂടി പഠിക്കാം. മാ ഹാദ, അതിൻ്റെ ഹെഡിങ് തന്നെ നോക്കൂ. മാ ഹാദ, ഇതെന്താണ്? മാ ഹാദ, ഇതെന്താണ്? ഹാദ ബൈത്തുൻ, ഇതൊരു വീടാണ്. അഹാദ ബൈത്തുൻ. അഹാദ എന്നതിന് തൊട്ട് മുമ്പേ ആ ചേർത്താൽ ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അഹാദ, ഇതാണോ? അഹാദ ബൈത്തുൻ. അങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് ബൈത്താണല്ലോ. അപ്പോൾ നഅം ഹാദ ബൈത്തുൻ. നഅം, അതെ. ഹാദ ബൈത്തുൻ. നഅം എന്ന് പറഞ്ഞാൽ അതെ എന്നാണ്, യെസ് എന്നാണ് അർത്ഥം. നഅം ഹാദ ബൈത്തുൻ. മാ ഹാദ, ചിത്രം നോക്കൂ, ഇതെന്താണ്? ഹാദ ഖമീസുൻ, ഇതൊരു ഉടുപ്പാണ്, ഷർട്ടാണ്. അടുത്ത ചോദ്യം നോക്കൂ. അഹാദ സരീറുൻ, കസേരയുടെ ചിത്രത്തിൻ്റെ നേരെ എഴുതിയിരിക്കുന്നത് അഹാദ സരീറുൻ, ഇത് ഒരു കട്ടിലാണോ? ല ഹാദ കുർസിയുൻ. ല എന്നാൽ അല്ല എന്നാണ്, നിഷേധാർത്ഥമാണ് ല എന്ന് പറഞ്ഞാൽ.
അല്ല, ല ഹാദ കുർസിയൻ, ഇത് കട്ടിലല്ല, ഇത് കുർസിയാണ്. പിന്നീട് നോക്കൂ, അഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? അല്ല, ചിത്രത്തിൽ അത് പേനയാണ്. ല ഹാദ കലമുൻ, അതൊരു പേനയാകുന്നു. മാ ഹാദ, ഇതെന്താണ്? ഹാദ നജുമുൻ, ഇതൊരു നക്ഷത്രമാകുന്നു. അറബി അക്ഷരം അറിയാവുന്നവർക്കും വാക്കുകൾ ചേർത്ത് വായിക്കാവുന്നവർക്കും മനസ്സിലാകുന്ന ഒരു പ്രാഥമിക പാഠം മാത്രമാണിത്. നമുക്ക് തുടർന്ന് ഈ പുസ്തകത്തിൻ്റെ മുന്നോട്ടുള്ള പേജുകൾ പഠിച്ചു പോകാം. ഭാഷയെ നമുക്ക് കീഴ്പ്പെടുത്താം ഇൻഷാ അല്ലാഹ്.